ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് പുതിയ ജനറേഷൻ സെൽറ്റോസിൻ്റെ ഇമേജസും ഡീറ്റെയിൽസും ഒക്കെ കേൾക്കുന്നതാണ്. കൂടുതലും സൗത്ത് കൊറിയയിൽ നിന്നാണ് ഈ വാഹനത്തിൻ്റെ സ്പൈഡ് പിക്സ് ഒക്കെ ഇപ്പോൾ വരാറുള്ളത്. ഇന്ത്യയിൽ ഇതുവരെ അവർ ഇതിന് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും ഇത്രയും കാലം നമ്മൾ എക്സ്റ്റീരിയർ ആണ് കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഫൈനലി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അത് നോക്കാം. ആദ്യം തന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു ലുക്ക് നോക്കാനാണെങ്കിൽ, അതായത് ക്യാബിൻ്റെ ലുക്ക് നോക്കാനാണെങ്കിൽ ആ ഒരു ഡാഷ്ബോർഡും സാധനങ്ങളൊക്കെ അവർ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സീറ്റ്സിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയലിന് ഫിനിഷ് നമുക്ക് കാണാം. ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈനൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. കുറച്ച് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ലതാണ്. അതായത് നമുക്ക് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടും. പിന്നെ മെയിനായിട്ട് വിപ്ലേഷ് പ്രൊട്ടക്ഷനാണ് ഹെഡ് റെസ്റ്റ് കൊണ്ട് ഓഫർ ചെയ്യുന്നത്. പിന്നെ സീറ്റ്സിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ ആണ് കിട്ടുന്നത്. അതായത് മുകളിലത്തെ പോർഷൻ്റെ ഒരു ബേജ് ഓർ ഒരു വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയും, താഴത്തെ പോർഷൻ്റെ ബ്ലാക്ക്, നടുവിൽ ചെറിയൊരു സിൽവർ ലൈനായിട്ട് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ സെറോസിലൊക്കെ വരുന്ന ആ ഒരു സെയിം കോമ്പിനേഷനാണ് അവർ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതും നന്നായിട്ടുണ്ട്. പിന്നെ ആ ഒരു ഡോർ പാഡ്സിൻ്റെ ഒക്കെ ഡിസൈനൊക്കെ കാണാം. നമുക്ക് ആ ഡോർ ഹാൻഡിൽസിൽ വ്യത്യാസം പറയാൻ പറ്റും. ഇതൊക്കെ ഒരു സത്യം പറഞ്ഞ ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഹ്യുണ്ടായും കിയയും പൊതുവെ ജനറേഷൻ മാറുമ്പം കംപ്ലീറ്റ്ലി വണ്ടി മൊത്തമായിട്ട് മാറുന്നതാണ്. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പാർട്സ് കുറേയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് പഴയ വണ്ടിയിൽ നിന്നൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയല്ല. ഇപ്പോൾ കൂടുതലും ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള പല കമ്പനികളും ചെയ്യാറുള്ളത് ഒരു മേജർ ഫേസ് ലിഫ്റ്റ് പോലത്തെ വേർഷൻസ് ആണ്. ഇതെന്തായാലും നമുക്ക് അത്യാവശ്യം വ്യത്യാസം പറയാൻ പറ്റും. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ള വാഹനത്തിൽ നമുക്ക് 10.25 ഇഞ്ച് ഡ്യുവൽ സ്ക്രീൻസ് ഒക്കെയാണ് കിട്ടുന്നത്. അത് കംപ്ലീറ്റ്ലി മാറും. എന്നിട്ട് നമുക്ക് സെറോസിൽ വരുന്ന 30 ഇഞ്ച് ട്രിനിറ്റി ഡിസ്പ്ലേ വരും എന്ന് പറയുന്നുണ്ട്. അതായത് 12.3 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, 12.3 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പിന്നെ 5 ഇഞ്ച് സൈസ് വരുന്ന ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെയൊക്കെ കൺട്രോൾ പാനൽ പോലത്തെ സംവിധാനം. അത് നമുക്ക് ഡ്യുവൽ സോൺ ഓപ്ഷനായിട്ടായിരിക്കും ഈ വാഹനത്തിൽ കിട്ടാൻ പോകുന്നത്. ഇതിനൊക്കെ പുറമെ ഇപ്പോഴത്തെ സെൽറ്റോസിലുള്ള ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. വയർലെസ് ചാർജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വരുന്ന ഇലക്ട്രിക് സീറ്റ്സ് ആയിക്കോട്ടെ, പാനോറമിക് സൺറൂഫ് ആയിക്കോട്ടെ എന്ന് പറയേണ്ട നമുക്ക് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അത് ഓൾറെഡി സെൽറ്റോസിൽ കിട്ടാറുള്ളതാണ്. അതിലെന്തായാലും ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. ഇനി റിയർ സീറ്റ്സിലോട്ട് വരാനാണെങ്കിൽ ഇവിടെ സ്പേസിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും ഫ്രണ്ടിലത്തെ സീറ്റ്സ് അത്യാവശ്യം നന്നായിട്ട് സ്കൂട്ട് ഔട്ട് ആക്കിയിരിക്കുന്നുണ്ട്. ബാക്കിൽ കാല് വയ്ക്കാൻ സ്ഥലമുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഒരു സീറ്റ്സിൻ്റെ ഡിസൈൻ ബാക്കിലെടുക്കുകയാണെങ്കിലും അതിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓവറോൾ ആ ഒരു ലേഔട്ടൊക്കെ ആണെങ്കിലും വ്യത്യാസമുണ്ട്. സെറോസിൽ അവർ നമുക്ക് സീറ്റ്സിൽ സ്ലൈഡിംഗ് ഫംഗ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വാഹനത്തിലും അത് പ്രതീക്ഷിക്കാം. കാരണം സെറോസ് എന്ന് പറയുമ്പോൾ സപ്പോമീറ്റർ കാറ്റഗറിയിലെ വണ്ടിയാണ്. ഇത് പക്ഷേ കുറച്ചും കൂടെ നീളം കൂടുതലാണ്. 4.3 മീറ്റേഴ്സിനടുത്ത് ലെങ്ത്തുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് സ്ലൈഡിംഗ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് അധികം ബൂട്ട് സ്പേസ് ആവശ്യമില്ലാത്ത സമയത്ത് ഇഷ്ടം പോലെ തന്നെ സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. സെറോസിൽ പിന്നെയും അതൊരു കോംപ്രമൈസ് ആയിരുന്നു. നമ്മൾ ഫുൾ സീറ്റ് ബാക്കിലോട്ടിടുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് ഒരു ഇത്തിരി കോംപ്രമൈസ്ഡ് ആവും. പക്ഷേ ഈ വണ്ടിക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ നമുക്ക് ആ ഡോർ ഹാൻഡിൽസിൻ്റെ ഒക്കെ ഡിസൈനിലുള്ള വ്യത്യാസമൊക്കെ കാണാം. പിന്നെ ഈ അടുത്ത ഒരു സെറോസിൽ കൊടുത്ത പോലെ തന്നെ റിയർ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് തീർച്ചയായും കിട്ടും. കുറേയൊക്കെ ശരിക്കും ഫീച്ചേഴ്സ് അവർ സെറോസിൽ നിന്ന് ഇതിൻ്റെ അകത്ത് എടുത്തിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അത്രയും മോഡേൺ ആയിട്ടാണ്, ഫീച്ചർ ലോഡറായിട്ടാണ് അവർ സെറോസ് എന്ന് പറഞ്ഞ ആ ഒരു സപ്പോമീറ്റർ കോമ്പാക്ട് SUV ഇറക്കിയത്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ കൺസോൾ ഏരിയ കംപ്ലീറ്റ്ലി അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ചെറിയൊരു പോർഷൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് കാണാം. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാനൊന്നുമില്ല. ഒരു ബ്ലാക്ക് എലമെൻ്റ് ആണ് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ കിയയുടെ വാഹനം ആയതുകൊണ്ട് തീർച്ചയായും ടോപ്പ് നോച്ച് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഓവറോൾ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. കൂടുതലും സെറോസിൽ വന്ന ആ ഒരു മാറ്റങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തും വരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് മാറുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അകത്ത് വരുന്ന സെൻറ്റർ പാനലിൽ വരുന്ന വ്യത്യാസം ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ കുറേയൊക്കെ സെറോസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിരിക്കും. ഇനി എക്സ്റ്റീരിയർ ലുക്കിനെ പറ്റി നമ്മൾ ഇതിന് മുന്നേയും സംസാരിച്ചിട്ടുള്ളതാണ്. കാരണം ഇതിൻ്റെ കുറേയൊക്കെ ലീക്സ് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ചൊരു ബോക്സി ലൈക്ക് SUVയുടെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതിപ്പോൾ കുറേ റെൻഡേഴ്സ് വന്നതിലാണെങ്കിലും ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോഴാണെങ്കിലും സ്ക്വയർ ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് പ്രോപ്പർ സ്ക്വയർ ആയിരിക്കണമെന്നില്ല. ഒരു സൈഡിൽ ഒരു ഇത്തിരി നീളക്കൂടുതലില്ല, അതായത് റെക്റ്റാങ്കിൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു ഡിസൈൻ നമുക്കവിടെ കാണാം. കുറച്ചുകൂടെ റഗഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് അവർ പിടിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സെൽറ്റോസിൽ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ളൊരു ലുക്കാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത്തിരിയും കൂടെ ഒരു മെച്ചോർ SUV ലുക്ക് പോലത്തെ ഒരു സംഭവം പിടിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ താഴെ ഫോഗ് ലാംപ്സിൻ്റെ ആ ഒരു കട്ടൗട്ടൊക്കെ കാണാം. അതുപോലെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ കട്ടൗട്ട് ഇവിടെ കാണാം. ഗ്രില്ല് കിയയുടെ ആ ഒരു ടൈഗർ നോസ് ഗ്രില്ല് തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് ഡിസൈൻ പാറ്റേണിൽ ചെറിയ വ്യത്യാസമൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഹുഡിൻ്റെ ഹൈറ്റ് ഇത്തിരിയും കൂടെ കൂടിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ. ഇനി സൈഡ് പ്രൊഫൈൽ നോക്കാനാണെങ്കിൽ അവിടെയും അത്യാവശ്യം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പറയാം. ഡോറിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം സിമിലർ ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ മിററിൻ്റെ ഡിസൈനൊക്കെ അവർ മൊത്തം മാറ്റിയിട്ടുണ്ട്. ബോഡി പാനലിൽ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന പോലെ ആ ഒരു ബോഡി കളർ തീം ചെറുതായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഗ്ലോസി ബ്ലാക്ക് തീം കൊടുത്തിരിക്കുന്നത്. അത് കാണാനൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് റൂഫ് റെയിൽസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ കാണാം. ഡോർ ഹാൻഡിൽസ് കവേർഡാണ്. ഇപ്പോഴത്തെ അവർ സെറോസിലൊക്കെ കൊടുത്ത് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആയിരുന്നു. അത് ഇതിൻ്റെ അകത്ത് വരുമെന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മളിനിപ്പോൾ കണ്ടറിയേണ്ടി വരും. എന്തായാലും അലോയ്സിൻ്റെ ഡിസൈനിലൊക്കെ വ്യത്യാസമുണ്ട്.
വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കിവിടെ മാക്സിമം 18 ഇഞ്ച് അലോയ് വീൽസ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. സൈസ് ഇന്ത്യയിൽ അത്രയൊക്കെ തന്നെ മാക്സിമം പോകും, അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഒരു സൈസുള്ള വാഹനത്തിൽ 19 ഇഞ്ച് വീൽസൊക്കെ വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഇവിടെ 18 ഇഞ്ച് ആയിരിക്കാം മാക്സിമം വരുന്നത്. എന്തായാലും ഇവരിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഈ ഒരു അലോയ്സിൻ്റെ ഡിസൈൻ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. എവിടെയൊക്കെ ഒരു EV സെൻട്രിക് ഡിസൈൻ പോലെ ഉണ്ട്. കാണുമ്പം എനിക്ക് പേഴ്സണലി അത്ര അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. ഇപ്പം കമ്പനീസൊക്കെ അലോയ്സ് ഡിസൈൻ ചെയ്ത് ഇത്തിരി ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. എനിവേ ഇതാണ് ഡിസൈൻ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും താഴെ കമൻറ്റ്സിൽ പറയാം. ഇന്ത്യൻ വണ്ടിയിൽ ചിലപ്പോൾ അലോയ്സിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇത് സൗത്ത് കൊറിയൻ വണ്ടിയാണ്. ഇനി റിയർ ഡിസൈൻ നോക്കാനാണെങ്കിൽ അവിടെയും നമുക്ക് ആ ഒരു ടിപ്പിക്കൽ ബോക്സി ലൈക്ക് ഡിസൈനാണ് കാണാൻ പറ്റുന്നത്. ടെയിൽ ലാംപ്സിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ വണ്ടിയിൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിലും കുറച്ച് സ്ലീക്ക് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് ആണ്. ഈ വണ്ടിയിൽ പക്ഷേ അത്ര സ്ലീക്ക് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് അല്ല. അതായത് കിയയുടെ ഇപ്പോഴത്തെ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ വരുന്ന പോലെ ടോപ്പ് പോർഷനിൽ ഒരു ലൈറ്റ്, അത് കഴിഞ്ഞ് താഴത്തേക്ക് ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ വന്നിട്ട് അവിടെ വേറെ ലൈറ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെയും ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ടെയിൽ ലൈറ്റ്സ് അത്യാവശ്യം വലുതാണ്. ടോപ്പ് പോർഷനും താഴത്തെ പോർഷനും അങ്ങനെ രണ്ട് സൈഡിലായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാംപ്സ് കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ മിക്കവാറും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് തന്നെയായിരിക്കും. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു അഡീഷണൽ പീസ് വെറുതെ വെച്ചിട്ടുണ്ട്, വണ്ടിക്ക് ഒരു ഇത്തിരി വിഷ്വൽ ബൾക്ക് തോന്നിക്കാനായിട്ട്. അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ പൊതുവെ എല്ലാ കമ്പനികളും ചെയ്യുന്നതാണ്, വണ്ടിക്ക് ആ ഒരു കറക്റ്റ് ഡിസൈൻ പ്രൊപ്പോർഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാതിരിക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൻ്റെ ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പറയാൻ പറ്റുന്നത്. കുറച്ച് ഏർലി സ്റ്റേജാണ്, കാരണം ഈ വണ്ടി വരാൻ ഇനിയും സമയമുണ്ട്. നമുക്കറിയാം സെൽറ്റോസ് 2019 ഇന്ത്യയിൽ വന്നത്. അതിനുശേഷം അവർ ഈ വാഹനത്തിന് ഒരു ഫേസ് ലിഫ്റ്റ് കൊടുത്തായിരുന്നു. അതും ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് അല്ല, അത്യാവശ്യം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് തന്നെയാണ് കൊടുത്തത്. ഇൻറ്റീരിയറൊക്കെ നല്ല വ്യത്യാസം വരുത്തിയായിരുന്നു. അതോടെ നമുക്ക് ആ ഒരു കണക്റ്റഡ് ഡിസ്പ്ലേ പോലത്തെ സംഭവം വന്നു, കുറേ ഫീച്ചേഴ്സ് ആഡായി, അങ്ങനെ അത്യാവശ്യം മാറ്റങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ ജനറേഷൻ മോഡൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഫേസ് ലിഫ്റ്റ് ഇറക്കിയിട്ട് തന്നെ അധികം കാലമായിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ വണ്ടിയുടെ ഈ ജനറേഷൻ അപ്ഡേറ്റ് ഇന്ത്യയിൽ ഈ വർഷം വരും എന്ന് വിചാരിക്കേണ്ട. മിക്കവാറും ഗ്ലോബലി, അതായത് സൗത്ത് കൊറിയൻ മാർക്കറ്റ്സിലും ബാക്കി യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ ഒരു പക്ഷേ ഈ വർഷം അവസാനത്തോടു കൂടി വന്നേക്കാം. ഇന്ത്യയിൽ ടെസ്റ്റിംഗ് ഒക്കെ ഇതുവരെ തുടങ്ങാത്ത സ്ഥിതിക്ക് അടുത്ത വർഷം എന്തായാലും ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പുതിയ പവർ ട്രെയിൻ ഓപ്ഷൻസും വരുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഉള്ള 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ, 1.5 ലിറ്റർ NA പെട്രോൾ, 1.5 TGDI ടർബോ പെട്രോൾ, ഈ മൂന്നെണ്ണത്തിന് പുറമെ നമുക്ക് ഇനിയൊരു ഹൈബ്രിഡ് പവർ ട്രെയിൻ കൂടെ ഇതിനകത്ത് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പം മാർക്കറ്റ് പതൊക്കെ ഹൈബ്രിഡ് വണ്ടികളിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ആകെപ്പാടെ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഹൈറൈഡറിലും അതുപോലെ ഗ്രാൻഡ് വിറ്റാരിലും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം വേറെ കമ്പനികൾ കൊണ്ടുവരായിരിക്കും. ഫോക്സ്വാഗനൊക്കെ എന്തെങ്കിലും കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. എന്തായാലും ഇവരും ഇനിയിപ്പം ഇവരുടെ ഹൈബ്രിഡ് എഞ്ചിൻ ഇതിനകത്ത് കൊണ്ടുവരും എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പവറും ആവശ്യത്തിന് നല്ല ഫ്യൂൽ എഫിഷ്യൻസിയും കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ ഡീസൽ വേണം ഈ കിയയുടെ ഹിൻഡയുടെ വണ്ടികൾ നമുക്ക് മൈലേജ് വേണമെങ്കിൽ എടുക്കാനായിട്ട്. ടർബോ പെട്രോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് വലിപ്പിക്കുന്നതനുസരിച്ച് അത്രയും തന്നെ മൈലേജ് പറയും. പക്ഷേ ഹൈബ്രിഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം വലിപ്പിച്ചാലും വണ്ടിയുടെ മൈലേജിൽ അങ്ങനെ വലിയ വ്യത്യാസം വരാറില്ല. അത്യാവശ്യം 20ക്ക് മുകളിലൊക്കെ മിക്കവാറൊക്കെ മാരുതിയുടെയൊക്കെ, അതായത് ടൊയോട്ടയുടെ ഹൈബ്രിഡ് എഞ്ചിൻസിനൊക്കെ കിട്ടാറുള്ളതാണ് ഹൈറൈഡറിനും ഗ്രാൻഡ് വിറ്റാരയ്ക്കും. ഏതായാലും ഗൈസ്, പുതിയ ജനറേഷൻ സെൽറ്റോസിനെ പറ്റിയുള്ള നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് താഴെ കമൻറ്റ്സിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.